ഞങ്ങൾ എങ്ങനെയാണ് ഈ കോമ്പറ്റീഷനെ നേരിടുന്നത് എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഞങ്ങൾ അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നില്ല. അതാണ് അതിൻ്റെ പിന്നിലുള്ള സത്യം. കാരണം ഞാൻ പറയാൻ, ഈ സാസ് പ്രോഡക്ട്സ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സാസ് പ്രോഡക്ട്സ് നമ്മുടെ സാസിൽ അവൈലബിൾ ആണ്. പക്ഷേ ഫ്രീ ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് നമ്മുടെ പ്രോഡക്റ്റ് വന്ന് വാങ്ങിച്ച് ഉപയോഗിക്കാനുള്ള ഒരു സാധ്യത ഇന്ത്യയിലൊക്കെ വളരെ കുറവാണ്. യൂറോപ്പിലൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇന്ത്യയിൽ വളരെ കുറവാണ്. അപ്പോൾ ഇത് കോമ്പീറ്റ് ചെയ്യുന്നത്, ഞങ്ങൾ യഥാർത്ഥത്തിൽ കോമ്പീറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത്, ഞങ്ങളുടെ ഉന്നം ഇപ്പോൾ ഒന്നുകിൽ കസ്റ്റമൈസ് സൊല്യൂഷൻസ്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, ഹൈക്കോർട്ട്, all the high courts in India were either using Zoom or WebEx in the COVID times. നമ്മൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, സത്യത്തിൽ ഞങ്ങളല്ല ചെയ്തത്. കേരള ഹൈക്കോർട്ടിലെ ജസ്റ്റിസ് കമ്മിറ്റി, IT കമ്മിറ്റി ഉണ്ട്. അവരെന്നെ വിളിച്ചിട്ട് പറയുന്നു, ജോയ് ഞങ്ങൾക്കൊരു കസ്റ്റം സൊല്യൂഷൻ വേണം. കാരണം അവർ പറയുന്നുണ്ട്, ഗൂഗിൾ മീറ്റിലും സൂമിലും ഒക്കെ സെൻസേഷണൽ കേസസ് ലിസ്റ്റ് ചെയ്യുമ്പോൾ 100 പേരുടെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് ഈ നമ്പറിലൊക്കെ. അതിൽ ക്ലിക്ക് ചെയ്ത് സെൻസേഷണൽ കേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഞാനത് അതിൻ്റെ ഉള്ളിലേക്കൊന്നും പോകുന്നില്ല. മീഡിയയും പബ്ലിക്കിനും ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ള കേസസ് ലിസ്റ്റ് ചെയ്യുമ്പോൾ ഈ അതിരാവിലെ തന്നെ മീഡിയക്കാരും പബ്ലിക്കും ഒക്കെ ഇതിനകത്ത് കയറിയിരിക്കും. കാര്യം ഈ ലിങ്ക് ഓൾറെഡി പബ്ലിഷ്ഡാണ്, ഈ മീറ്റിംഗ് ലിങ്ക് ഹൈക്കോർട്ടിൻ്റെ വെബ്സൈറ്റിൽ. അപ്പോൾ 10:30-ക്കാണ് ജസ്റ്റിസ് വരിക ഈ കേസ് കേൾക്കാൻ. അവർക്ക് കയറാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് കയറാൻ പറ്റില്ല. ഇങ്ങനത്തെ സിറ്റുവേഷൻ ഒത്തിരി വന്നപ്പോൾ കേരള ഹൈക്കോർട്ടിൽ നിന്നാണ് ഒരു എൻക്വയറി വരുന്നത്, ജോയ് ക്യാൻ യു ഡു സംതിങ്, ഒരു നിങ്ങളുടെ വീഡിയോ കോൺഫറൻസിങ് ഉപയോഗിച്ചിട്ട്, ആ എൻജിൻ ഉപയോഗിച്ചിട്ട് ക്യാൻ യു മേക്ക് എ കസ്റ്റം സൊല്യൂഷൻ ഫോർ എസ്. ആ കസ്റ്റം സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എപ്പോൾ ജഡ്ജി വന്നാലും ജഡ്ജിക്ക് കയറാൻ പറ്റണം, അതാണ് അവരുടെ ആവശ്യം. ജഡ്ജിയാണോ ജഡ്ജിക്ക് കയറാൻ പറ്റണം, വക്കീലാണോ വക്കീലിന് കയറാൻ പറ്റണം, ആ കേസുമായി ബന്ധപ്പെട്ട വക്കീലാണോ. ഇത് തന്നെയായിരുന്നു നമ്മുടെ മുന്നിലുള്ള യൂസ് കേസ്. നമ്മുടെ കൂടെ ഇരുന്ന് അവർ ശരിക്കും ഒരു 3 മാസം ആ ജസ്റ്റിസ് കമ്മിറ്റി എന്നെ എല്ലാ ദിവസവും വിളിച്ച്, ഡെവലപ്പേഴ്സിനെ എല്ലാ ദിവസവും വിളിച്ച് ഡെവലപ്പ് ചെയ്ത പ്രോഡക്റ്റാണ് ഇപ്പോൾ കേരള ഹൈക്കോർട്ട് ഇപ്പോൾ കഴിഞ്ഞ 3 വർഷമായിട്ട് ഉപയോഗിക്കുന്നത്. ആ പ്രോഡക്റ്റിനൊരു ഗുണമുണ്ടായി. ആ പ്രോഡക്റ്റ് ഇപ്പോൾ കേരളത്തിലെ ഹൈക്കോർട്ട് കൂടാതെ തെലുങ്കാന, കർണാടക, ആന്ധ്രാപ്രദേശ്, പഞ്ചാബ്, ഹരിയാന, ഇങ്ങനെ ഇന്ത്യയിലെ എല്ലാ ഹൈക്കോർട്ടുകളിലേക്കും പതിയെ വ്യാപിച്ചുകൊണ്ടിരിക്കുക. എന്താ ഗുണമെന്ന് ചോദിച്ചാൽ, നേരത്തെ ഗൂഗിൾ മീറ്റ് ഫ്രീ ആണ്, പക്ഷേ ഞങ്ങളുടെ ഹൈക്കോർട്ട് റൂം ഒരു കോർട്ടിന് 3000 രൂപ ഒരു മാസം തന്നേ പറ്റൂ. ഈ ചോദ്യം ഇവിടെ ഉണ്ട്. അതായത് അനൂപ് ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, എങ്ങനെയാണ് വാല്യൂ ആഡ് ചെയ്യപ്പെടുക എന്നുള്ളത്. നമ്മൾ ചെയ്ത ചെറിയ കസ്റ്റമൈസേഷൻസ് അവർക്ക് കൊടുക്കുന്ന ഒരു എന്താ പറയുക കംഫർട്ട് ലെവലുണ്ട്. കസ്റ്റമർക്ക് കൊടുക്കുന്ന കംഫർട്ട് ലെവൽ, അല്ലെങ്കിൽ കസ്റ്റമറുടെ കാര്യം നടക്കുന്ന രീതിയിലേക്ക് മാറുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒട്ടും വില കുറയ്ക്കാൻ നിന്നിട്ടില്ല. വെബെക്സ് ഇപ്പോഴും 750 രൂപയ്ക്ക് വിൽക്കുന്നുണ്ട് കോടതികളിൽ. ഞാൻ പറയും, ഇത് വെബെക്സ് അല്ല, നിങ്ങൾക്ക് വേണോ 3000 രൂപ മന്ത്ലി പേ ചെയ്താൽ വി വിൽ ഗിവ് യു. ഒരു കുറവും വരുത്തിയിട്ടില്ല. അതിൻ്റെ പുറത്ത് സിസ്റ്റം ഇൻറ്റഗ്രേറ്റർ അവരുടെ പൈസ കൂടെ ചേർത്തിട്ടാണ് വിൽക്കുന്നത്. ഏകദേശം കോടതിക്ക് 5000 രൂപയാവും മന്ത്ലി കോസ്റ്റ്. അപ്പം ഇതൊരു വഴിയാണ്. രണ്ടാമത്തത്, അതുപോലെ കസ്റ്റം സൊല്യൂഷൻസ് നമുക്ക് ഇഷ്ടം പോലെ, കാര്യം ഇതൊരു ഫ്രം ദ സ്ക്രാച്ച് ഡെവലപ്പ് ചെയ്തൊരു സ്റ്റാക്ക് ആയതുകൊണ്ട് ഞങ്ങൾക്കിതിന് ഏത് രീതി വേണമെങ്കിലും മോൾഡ് ചെയ്യാൻ പറ്റും. ഏത് രീതി. വെബെക്സും ഗൂഗിൾ മീറ്റും ഒന്നും ഇവിടെ വന്ന് കസ്റ്റമൈസ് ചെയ്യാൻ നിൽക്കില്ല. ദേ ആർ മെയ്ഡ് ഇറ്റ് ഫോർ മാസസ്. അതുകൊണ്ട് അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ ഞങ്ങളുടെ വേറൊരു സെഗ്മെൻ്റ് എന്ന് പറയുന്നത്, ഇവൻ ദോ പബ്ലിക് പ്ലാറ്റ്ഫോംസ് ആർ അവൈലബിൾ, everyone need a secure platforms inside their organization. അത് ഞങ്ങൾ ഓൺ പ്രിമൈസസ് പ്ലാറ്റ്ഫോംസ് എന്നാണ് പറയുക, അല്ലെങ്കിൽ എയർ ഗ്യാപ്ഡ്, പുറം ലോകവുമായിട്ട് ബന്ധമില്ലാത്ത നെറ്റ്വർക്കിൽ. ഇപ്പോൾ ആർമി ആണെങ്കിലും മിലിറ്ററി, അതുപോലെ ISRO, ഇതെല്ലാം നമ്മുടെ കസ്റ്റമറാണ്. അവരുടെ ഇൻറ്റേർണൽ ഓർഗനൈസേഷൻ്റെ കമ്മ്യൂണിക്കേഷൻ നീഡ്സിന് വേണ്ടി അവർക്ക് പ്ലാറ്റ്ഫോംസ് ആവശ്യമുണ്ട്. അതിപ്പോൾ തൽക്കാലം ആ മേഖലയിൽ ഇവരാരും കോമ്പീറ്റ് ചെയ്യാൻ വരുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ സിസ്കോയാണ് കുറച്ച് ഉള്ളത്. സിസ്കോയുടെ കോസ്റ്റ് നമ്മുടെ ഇതിൻ്റെ തിരിച്ചാണ്. ഈ കേസിൽ സിസ്കോ ഈസ് ചാർജിങ് അറൗണ്ട് 5 times ദാനാസ്. അപ്പോൾ ഈ 2 മേഖലയും നമുക്ക് ഈസിലി, പ്രത്യേകിച്ചും ഗവൺമെൻറ് ഈ ചാലഞ്ച് തന്നെ ഉണ്ടായത്, ഇന്ത്യ ഗവൺമെൻറ് ചാലഞ്ച് തന്നെ ഉണ്ടാകുന്നതിന് പിന്നിലൊരു കാര്യമുണ്ട്. ദേ ഡോണ്ട് വാണ്ട് എ ക്ലൗഡ് സൊല്യൂഷൻ ടു ബി യൂസ്ഡ് ഇൻസൈഡ് ഗവൺമെൻറ്. ഗവൺമെൻറ്റുകൾ അങ്ങനെ, ഇതിപ്പോൾ നമുക്ക് പല ഇൻ്റർനാഷണൽ ഗവൺമെൻറ്റുകളുടെയും, ഇപ്പോൾ സൗദി ഗവൺമെൻറ് പോലെയൊക്കെ ഒത്തിരി പേര്
ഇതേ റിക്വയർമെൻറ്റുമായിട്ട് നമ്മളെ സമീപിച്ചിട്ടുണ്ട്. അതായത് ഗവൺമെൻറ്റുകൾക്കകത്ത് സൂമും ഗൂഗിൾ മീറ്റും ടീംസും ഉപയോഗിക്കാതെ അവർക്ക് ഇൻറ്റേർണൽ പ്ലാറ്റ്ഫോംസ്. അപ്പം നമ്മൾ ഡയറക്റ്റായിട്ട് ഒരിക്കലും ഇവരുമായിട്ട്, അതായത് ഇൻ്റർനാഷണൽ ജയൻറ്റ് കമ്പനീസുമായിട്ട് ഡയറക്റ്റ് ഏറ്റുമുട്ടുന്നില്ല. ഏറ്റുമുട്ടുന്ന ഒരു സ്ഥലം കോടതിയാണ്. അത് വളരെ എന്താ പറയുക, ഡയറക്റ്റ് കോമ്പറ്റീഷനും അല്ല. ഞങ്ങളുടെ പ്രോഡക്റ്റ് വേണമോ നിങ്ങൾക്ക് വേണേൽ യൂസ് ചെയ്യാം. ബിക്കോസ് ഞങ്ങളിത് സത്യത്തിൽ അങ്ങോട്ട് പോയി ആരുടെ അടുത്ത് സെല്ല് ചെയ്യുന്നില്ല. ഞങ്ങളെ സെല്ല് ചെയ്യുന്ന യഥാർത്ഥത്തിൽ കേരള ഹൈക്കോടതിയിലെ ജഡ്ജിമാരാണ്. അവർ കോൺഫറൻസുകളിൽ പറയും ഞങ്ങൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് ഇതാണ്. കാരണം സൂമിലൊക്കെ ഇപ്പോഴും ചില വൾണറബിലിറ്റീസ് പല ദിവസങ്ങളിൽ കോടതികളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് അവരെല്ലാം ഒരു ഓൾട്ടർനേറ്റീവ് നോക്കിക്കൊണ്ടിരിക്കുക. ആ ഓൾട്ടർനേറ്റീവ് നമ്മളാണെന്ന് ഇവിടുത്തെ ജഡ്ജിമാർ തന്നെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഇവർക്ക് പ്രശ്നങ്ങളില്ല. അതുകൊണ്ട് നോർമലി കർണാടക ഹൈക്കോർട്ട് ഓൺലി ടുക്ക് ബിക്കോസ് ഓഫ് ദാറ്റ്. അത് വലിയൊരു മാർക്കറ്റാണ്. ഞാനിപ്പോൾ പറയുമ്പോൾ കോടതി എന്ന് പറയുന്നത് ചെറിയ മാർക്കറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഇന്ത്യയിൽ ആകമാനം 60,000 കോർട്ട് റൂംസ് ഉണ്ട്. ദാറ്റ് ഇസ് എ ഹ്യൂജ് മാർക്കറ്റ്. അതുകൊണ്ട് അതിലേക്ക് വേറൊരു എൻട്രി ഇതുവരെ ആരുടെയും വന്നിട്ടില്ല. സോ ഇറ്റ് ഇസ് എ പോസിബിലിറ്റി ദാറ്റ് വി ക്യാൻ സ്കെയിൽ അപ്പ്. ദാറ്റ് ഈസ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ഐ വിൽ ആൻസർ ദാറ്റ്. എവരി വൺ ഗോട്ട് എന്താ പറയുക, ഒരു 1 year സബ്സ്ക്രിപ്ഷൻ, 2 year സബ്സ്ക്രിപ്ഷൻ ഇപ്പോൾ ഇവരുടെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, സൂമിൻ്റെയൊക്കെ. അത് തീരുന്ന മുറയ്ക്കാണ് ഓരോരുത്തേക്ക് ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുന്നത്. സംഭവിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും.